ഹായ് ഹലോ, ഇന്ന് ഞാൻ രാവിലെ ഒരു 6 മണിക്കാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റപാടെ കുളിച്ച് തിരിയൊക്കെ കത്തിച്ച് നേരെ കിച്ചണിലോട്ട് കയറി. സാധാരണ 5:30 എഴുന്നേറ്റിട്ട് ജനലൊക്കെ തുറന്നിടുമ്പം നേരം വെളുത്ത് വരുന്നത് കാണാം. ഇന്നിപ്പോൾ ഇച്ചിരി നേരമൊക്കെ വെളുത്ത് അധികം ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 ആയി. ആദ്യം തന്നെ ഒരു 2 ഗ്ലാസ് കട്ടൻ കാപ്പി എടുക്കുന്നുണ്ട്, അമ്മയ്ക്കും എനിക്കും. അമ്മയും ഈ നേരമായപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിനുള്ള മാവാണ്, ഇന്നലെ അരച്ച് വെച്ചത്. നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ബീഫ് കറിയാണ് അപ്പത്തിന് കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പം മസാലയൊക്കെ ആദ്യം തന്നെ മൂപ്പിച്ച് വെച്ചു. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പ്, പിന്നെ മൂപ്പിച്ച് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമിയിട്ട് വിറകടുപ്പിലോട്ടാണ് വെച്ചേക്കണത്. അത് അവിടെ ഇരുന്ന് പതുക്കെ റെഡി ആയിക്കോളും. അച്ചമ്മയും കൂടി എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ പാൽ ചായ എടുത്തു. അച്ചമ്മയ്ക്ക് 2 ഗ്ലാസ്, എനിക്കും അമ്മയ്ക്കും ഓരോ ഗ്ലാസ് എന്ന രീതിക്ക് ചായ എടുത്ത് എല്ലാവർക്കും ചായ കൊടുത്ത് ഞാനും കുടിച്ചു. ഇനി ബീഫിലേക്ക് കുറച്ച് സവോള വഴച്ചിടണം, അതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചു. ഈ കാലത്തിൽ പകുതി കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ 2 കലം വെള്ളമൊക്കെ തിളപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ആ കലത്തിലേക്ക് ഒഴിച്ചു വെച്ചത്. ഇത് കപ്പളങ്ങയാണ്, അമ്മ അരിഞ്ഞു തന്നതാണ്. അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകമൊക്കെ കൂട്ടത്തിൽ ചതച്ചിട്ടാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ അപ്പം. കള്ളപ്പൊന്നും ഒക്കെ ഓരോ സ്ഥലത്ത് പറയുന്നത് കേൾക്കാം. ആ അപ്പമാണിത്. ഇതിവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ അപ്പമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ചോറും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അതിൻ്റെ ഇടയിലല്ല, അത് കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ തലയൊക്കെ ഒന്ന് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. മുടി കുറച്ച് ദിവസമായി ഒന്ന് കഴുകിയിട്ട്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.